മലപ്പുറത്തിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒരേ വേദി പങ്കിടുന്ന പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിന്റെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വെള്ളാപ്പള്ളിക്ക് നൽകുന്ന സ്വീകരണ ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മലപ്പുറത്തെ ചൊല്ലിയുള്ള അദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം വരുന്നതും വലിയ പ്രതിഷേധം വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൽ നിന്ന് മാറി നിൽക്കാതിരുന്നത്? ഈ പരിപാടി എങ്ങനെയാണ് അവിടെ സംഘാടന എങ്ങനെയാണ്? PC നേരത്തെ തന്നെ PC സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം ഏറെ ചർച്ചയായതിന് പിന്നാലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള എതിർപ്പുകളും രാഷ്ട്രീയ എതിർപ്പുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പ്രധാനമായും ഇത്തരത്തിൽ കടുത്ത വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയും നടത്തിയ മറ്റു മന്ത്രിമാരും പങ്കെടുക്കുന്നതിന്റെ അത്ര അനൗചിത്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു വിവിധ കോണുകളിൽ നിന്നും മുസ്ലിം സംഘടനകളുടെയും ലീഗിന്റെയൊക്കെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ പൊതുസ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ ക്ഷണിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടി നൽകിയ വിശദീകരണം. എന്തായാലും ഇപ്പോൾ ചേർത്തലയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ചേർത്തലയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് ആണ് ഇപ്പോൾ ഈ ചേർത്തല SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 30 വർഷം ഈ നേതൃപദവിയിൽ പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കുന്നത്. മുഖ്യമന്ത്രി വേദിക്ക് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും SN ട്രസ്റ്റിന്റെ ബോർഡ് അംഗവുമായ പ്രീതി നടേശനും ആദ്യം തന്നെ വേദിയിലെത്തി. മറ്റു മന്ത്രിമാരായ P പ്രസാദ്, അതോടൊപ്പം VN വാസവൻ, രാജീവ്, ചിത്രൻ എന്നിവരടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ UDFന്റെയും LDFന്റെയും ജില്ലാ നേതാക്കളും അടക്കം ഈ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളിക്ക് ആശംസകൾ അറിയിച്ച് എത്തും. അല്പസമയത്തിനകം പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കും. നിലവിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തുടനീളമുള്ള SNDP യൂണിയൻ യോഗങ്ങൾ കമ്മിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ ശാഖാ യോഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഏതായാലും വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വേദിയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചെന്തെങ്കിലും പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. സ്വാഭാവികമായും ഇത്തരം വേദികളിൽ ഈ പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ മറുപടി അല്ലെങ്കിൽ അതിൽ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ തരത്തിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ ഖണ്ഡിച്ചുകൊണ്ട് ജോസി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ SNDP ആയാലും ജാതി സംഘടനകളുടെ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയിൽ ക്ഷണം വന്നാൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കേണ്ടി വരും. പക്ഷേ ഇതിപ്പോൾ ഒരു വിദ്വേഷ പരാമർശം നടത്തിയ ഒരു പശ്ചാത്തലം, അതിനൊപ്പം വലിയ തോതിൽ ഈഴവ വോട്ടുകൾ CPMന് കൈവിട്ടു പോകുന്നു എന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം വേറെ, 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു, ആ ചിത്രം വേറെ. ഇത്തരം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ എന്താണ്? അത് സംബന്ധിച്ച് SNDPക്കകത്ത് നിന്ന് അവരുടെ നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു വിലയിരുത്തലുകളൊക്കെ എങ്ങനെയാണ്? PC നമുക്കറിയാം, ഈ വിവാദ പ്രസ്താവന വന്നതിനാലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് നേതാവുമായ K സുരേന്ദ്രൻ അടക്കം രംഗത്ത് വന്നിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്, മലപ്പുറത്ത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് BJP ഉയർത്തിയത്. അതുകൂടാതെ സംഘപരിവാർ പ്രൊഫൈലുകളും സംഘപരിവാർ സൈബർ ഇടങ്ങളിലും വലിയ രീതിയിൽ വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകിയുള്ള പ്രതികരണങ്ങൾ വന്നു. പ്രത്യേകിച്ച് PC സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിവാദത്തിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ജോസി ബാബുവിൻ്റെ കോൾ കട്ടായിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം ആലപ്പുഴയിൽ ആരംഭിക്കാനിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. വിശദാംശങ്ങൾ നൽകിയത് ജോസി ബാബു.